ഹലോ എവ്രി വൺ, വെൽക്കം ടു റിസർച്ച് പാത്ത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ക്വസ്റ്റ്നെയറും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്നെയറും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ആഴ്ച മുതൽ നമ്മൾ SPSSലോട്ട് കടക്കുകയാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോസിലോട്ട് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന എല്ലാ ടെസ്റ്റുകളും നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്നെയർ വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് അനാലിസിസ്, ഫ്രീക്വൻസി, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ടി ടെസ്റ്റ്, അനോവ, അതുപോലെ കൈ സ്ക്വയർ, പിയേഴ്സൺ കോറിലേഷൻ ടെസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ SPSSലോട്ട് നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് മെഷേഴ്സ് ഓഫ് വേരിയബിൾസ്. അതായത് നമ്മൾ SPSSൽ നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ഡാറ്റ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നോമിനൽ ആണോ, ഓർഡിനൽ ആണോ, സ്കെയിലാണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എന്താണ് ഈ നോമിനൽ ഡാറ്റ, എന്താണ് ഓർഡിനൽ, എന്താണ് സ്കെയിൽ ഡാറ്റ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ വേരിയബിൾസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്, കാറ്റഗോറിക്കലും സ്കെയിലും. അപ്പോൾ കാറ്റഗോറിക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ സ്കെയിൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയാം. ഈ കാറ്റഗോറിക്കലിൽ വരുന്നതാണ് നോമിനൽ ആൻഡ് ഓർഡിനൽ. ഓക്കെ, നോമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സംതിങ് റിലേറ്റഡ് ടു നെയിം, അതല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് ന്യൂമറിക്സ്. ഓക്കെ, ന്യൂമറിക് ആയിരിക്കില്ല. അങ്ങനത്തെ ഡാറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നോമിനൽ ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ അതായത് വെൻ എ വേരിയബിൾ ആർ സിംപ്ലി നെയിംഡ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നെയിം കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ലേബൽ മാത്രമേ നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു നോമിനൽ ഡാറ്റയാണ്. ഒരു സ്പെസിഫിക് ഓർഡർ അതിനുണ്ടായിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെയിം, റെസ്പോണ്ടൻസിൻ്റെ നെയിം, അതുപോലെ അവരുടെ ജെൻഡർ, അതുപോലെ മാരിറ്റൽ സ്റ്റാറ്റസ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓർഡർ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓർഡർ കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ അത് വെച്ചിട്ട് നമുക്കൊരു ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അഡീഷനോ, നെയിം വെച്ചിട്ട് നമുക്കൊരു അഡീഷനോ സബ്ട്രാക്ഷനോ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജെൻഡർ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജെൻഡർ ഐദർ മെയിലായിരിക്കും ഓർ ഫീമെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു അതർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ കൂടുതലൊരു ഓപ്പറേഷൻസ് നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നോമിനൽ ഡാറ്റയാണ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഓർഡിനൽ. ഓർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയെ നമുക്കൊരു ഓർഡർ അനുസരിച്ച് 1 2 3 4 5 എന്ന് പറഞ്ഞൊരു ഓർഡറിൽ നമുക്കതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഓർഡിനൽ ഡാറ്റയാണ്. ഓക്കെ, അത് ലോജിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ലിക്കർഡ് സ്കെയിലിൽ 5 പോയിൻ്റ് സ്കെയിലാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ്, അതുപോലെ എന്താണ് ഹൈലി സാറ്റിസ്ഫൈഡ്, ന്യൂട്രൽ, ഡിസാറ്റിസ്ഫൈഡ്, ഹൈലി ഡിസാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പോൾ അതിനൊരു ഓർഡർ വരുന്നുണ്ട് അല്ലേ. 1 2 3 4 5 എന്ന് പറഞ്ഞ് ഇപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈഡ്, 2 ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ്, 3 ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ, 4 ആണെന്നുണ്ടെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ്, 5 ആണെന്നുണ്ടെങ്കിൽ ഹൈലി ഡിസാറ്റിസ്ഫൈഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡാറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓർഡിനൽ ഡാറ്റ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, അതുപോലെ ലെവൽ ഓഫ് അഗ്രിമെൻറ്റ്, അഗ്രീഡ് ഡിസഗ്രീഡ് എന്ന് പറയുന്നില്ലേ അത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏജ് എന്ന് പറയുന്നത് നമുക്ക് ഐദർ നോമിനൽ ആക്കാം അല്ലെങ്കിൽ ഓർഡിനൽ ആക്കാം. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് മെൻഷൻ ചെയ്തിട്ടാണ്, ഏജ് ഗ്രൂപ്പ് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഓർഡിനൽ ഡാറ്റയാക്കാം. ഇപ്പോൾ അതല്ല, നമ്മളിപ്പോൾ വാട്ട് ഈസ് യുവർ ഏജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്ന്, അപ്പോൾ അവരവിടെ ജസ്റ്റ് അവരുടെ ഏജ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിനൊരു ഓർഡർ കൊടുക്കാനും പറ്റില്ല, അത് വെച്ചിട്ട് നമുക്കൊരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ നോമിനലായിട്ട് കാണിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്കെയിൽഡ് വേരിയബിൾസ്. സ്കെയിൽഡ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നും ഉണ്ടായിരിക്കില്ല, ഇതുപോലെ കാറ്റഗറൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇത് ന്യൂമറിക്കൽ ഡാറ്റ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻകം, ഹൈറ്റ്, വെയ്റ്റ്,
അങ്ങനെയൊക്കെ വരുമ്പോൾ അതെന്താണ്, സ്കെയിൽഡ് ആണ്. ഓക്കെ, നമുക്കത് വെച്ചിട്ട് ലോജിക്കൽ ഓപ്പറേഷൻസ്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ അതിനെ സ്കെയിൽഡ് വേരിയബിൾ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഓക്കെ, ഇപ്പോൾ വാട്ട് ഈസ് യുവർ ഇൻകം, അപ്പോൾ ആ ഇൻകം അവരതിൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, സ്കെയിൽഡ് വേരിയബിളാണ്. ഓക്കെ, ഇപ്പോൾ വേരിയബിൾസിനെ പറ്റിയൊരു ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് SPSSലേക്ക് ഡാറ്റ എൻട്രി ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾ ഓൾറെഡി എക്സലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് എങ്ങനെ SPSSലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ഫയൽ, ഓപ്പൺ ഡേറ്റ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പം ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് കറക്റ്റ് ഫോൾഡർ വന്നു. വേറെ ഫോൾഡറായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഏത് ഫോൾഡറിലാണോ നിങ്ങൾ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എക്സൽ ഫയൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫയൽസ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ .sav എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലുള്ള ഫയൽസ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. സോ നമ്മളത് ചേഞ്ച് ചെയ്യണം. ഈ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഫയൽസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ആ ഫോൾഡറിലുള്ള എല്ലാ ഫയൽസും വരും. അതിൽ നമ്മുടെ ഫയൽ ഏതാണോ എക്സൽ ഫയൽ അത് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ ഫയൽ അവിടെ ഓപ്പൺ ആയി. ഇപ്പോൾ ഇതാണ് നമ്മുടെ SPSSൻ്റെ വിൻഡോ. ഇതിൽ നമുക്ക് 2 വ്യൂ ഉണ്ട്, അതായത് ഡാറ്റ വ്യൂവും വേരിയബിൾ വ്യൂവും. ഡാറ്റ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ എക്സലിൽ അത് ഇതിൽ കാണിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, വേരിയബിൾ വ്യൂവിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ നമ്മുടെ വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനറിൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്, ആ ക്വസ്റ്റ്യൻസിൻ്റെ എങ്ങനെയാണ് നമ്മൾ എക്സലിൽ കൊടുത്തിരിക്കുന്നത്, അതാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ മെഷർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കാറ്റഗറി ഓഫ് വേരിയബിൾ, അതായത് നോമിനൽ ആണോ, ഓർഡിനൽ ആണോ, സ്കെയിൽ ആണോ എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വൺ കിടക്കുന്നത് സീരിയൽ നമ്പർ. ഓക്കെ, ഈ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് 1 2 3 എന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് ന്യൂമറിക് ആണ്. ഇതൊന്നും നിങ്ങൾ മാറ്റണ്ട, വിത്ത് ഡെസിമൽസ് ഒന്നും മാറ്റണ്ട. ഇവിടെ ഈ ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മുടെ വേരിയബിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് ഫുള്ളായിട്ട് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സംഭവം എന്താണോ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ ലേബൽ ചെയ്യാണ്. എന്താണെന്നുള്ളത് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നു. സോ സീരിയൽ നമ്പർ അതെന്താണ്, ജസ്റ്റ് നമ്പർ അല്ലേ. അപ്പം നമ്മളത് അതിനവിടെ നമ്പർ ഒന്ന് കൊടുക്കുന്നു. ഇനി അതിന് നമ്മൾ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ മെഷേഴ്സ് നോമിനൽ തന്നെ. ദെൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിനെ 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെൻഡർ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. ഇനി വാല്യൂസ്, ഇവിടെയാണ് നമ്മൾ വാല്യൂ എൻ്റർ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനെയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിൽ, ഫീമെയിൽ, 1 എന്ന് പറഞ്ഞാൽ മെയിൽ, 2 എന്ന് പറഞ്ഞാൽ ഫീമെയിൽ. അപ്പോൾ ഈ സംഭവം നമ്മുടെ SPSSൻ്റെ ഡേറ്റ വ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏജ് എന്ന് പറയുന്ന കോളത്തിൽ കണ്ടോ 2 1 2 1 1 1 എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഈ 2 എന്നുള്ളത് ഫീമെയിലും 1 എന്നുള്ളത് മെയിലുമാണ് എന്നുള്ളത് SPSSന് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഈ വാല്യൂസിൽ അത് എൻ്റർ ചെയ്ത് കൊടുത്താലാണ് SPSSന് അത് മനസ്സിലാവുക. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വാല്യൂവിൻ്റെ അടുത്ത് ഈ 3 ഡോട്ട്സ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം 1 എന്ന് പറഞ്ഞാൽ മെയിൽ, അത് ആഡ് ചെയ്യുന്നു. 2 എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, അതും ആഡ് ചെയ്യുന്നു. ഇനി വേറെ ഒന്നുമില്ല, ഓക്കെ കൊടുക്കുന്നു. സോ അതവിടെ വന്നു. ഇനി ഇത് വന്നോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക, ഡേറ്റ വ്യൂവിൽ പോവുക. ഇത് കണ്ടോ, ജെൻഡറിൻ്റെ അവിടെ മെയിൽ 1 എന്ന് കൊടുത്തിട്ടുള്ളിടത്തൊക്കെ മെയിൽ വന്നു, 2 എന്ന് കൊടുത്തിട്ടുള്ളിടത്ത് ഫീമെയിൽ വന്നു. ഇതിന് നമുക്ക് തിരിച്ച് കാണണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഇവിടെ കണ്ടോ 1A എന്ന് പറഞ്ഞിരിക്കണം കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെയാകും. ഇപ്പോൾ ക്ലിയർ ആയില്ലേ ഈ വാല്യൂസ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഏജ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ റെസ്പോണ്ടൻസിൻ്റെ ഏജ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏജിനെ നമ്മൾ പല ഗ്രൂപ്പായിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏജ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുന്നു. ഇനി അതിനും വാല്യൂസ് ഉണ്ട് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, 1 എന്ന് പറഞ്ഞാൽ ബിലോ 30, 2 എന്ന് പറഞ്ഞാൽ 31 to 40, 3 എന്ന് പറഞ്ഞാൽ 41 to 50, 4 എന്ന് പറഞ്ഞാൽ എബവ് 40. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ എവിടെ കൊടുക്കണം, നമ്മുടെ SPSSൽ കൊടുക്കണം.
അപ്പോൾ ഈ എഗെയിൻ നമ്മൾ ഈ വാല്യൂസിൻ്റെ ഇവിടെ പോയി ഇവിടുത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തു. 1 എന്ന് പറഞ്ഞാൽ ബിലോ 30, അത് ആഡ് ചെയ്യുന്നു. 2 എന്ന് പറഞ്ഞാൽ 31 to 40, അത് ആഡ് ചെയ്യുന്നു. 3 എന്ന് പറഞ്ഞാൽ 41 to 50, അത് ആഡ് ചെയ്യുന്നു. then എന്താണ് 4 എന്ന് പറഞ്ഞാൽ എബവ് 50, ഇവിടെ 40 എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഒരു മിസ്റ്റേക്കാണ്, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മളിവിടെ 4 എബവ് 50 ആഡ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കും. ഓക്കെ, ഡേറ്റ വ്യൂവിൽ പോവാം. ഇത് വാല്യൂ ലേബിൾസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ 31 to 40 ബിലോ 30. അപ്പോൾ ഏത് റെസ്പോണ്ടൻസ് ഏത് വാല്യൂ ആണ് എൻ്റർ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ നമുക്ക് അതിൻ്റെ എന്ത് വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അതിൻ്റെ നേരെ ആ സംഭവം വരും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് SPSSൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ജെൻഡർ എന്ന് പറയുന്നത് നോമിനൽ ആണോ ഓർഡിനൽ ആണോ? നമ്മൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് പ്രത്യേകിച്ച് വേറെ ഓർഡർ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. സോ ഇറ്റ് ഇസ് നോമിനൽ ഓൺലി. ഏജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഏജ് ഗ്രൂപ്പായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അത് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എന്ന് പറഞ്ഞാൽ നമ്മളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമുക്ക് എയ്തർ നോമിനൽ കൊടുക്കാം ഓർ ഓർഡിനൽ കൊടുക്കാം. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ ഞാനിതിനിവിടെ നോമിനലായിട്ട് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇനി ബാക്കി ഉള്ള വേരിയബിൾസിന് എങ്ങനെയാണ് വാല്യൂസ് ആഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതുവരെ ചെയ്തതിൽ ഇപ്പോൾ വാല്യൂസ് എന്തെങ്കിലും എൻ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അടുത്ത വീഡിയോയിൽ അത് നമ്മൾ എന്തായാലും ഒന്നും കൂടെ എൻ്റർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് റിസർച്ച് പാത്ത്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ.